നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ നമുക്കും പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പി എസ് സിയുടെ ഇഷ്ടമേഖലകൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു തീർക്കുന്നു. അതുപോലെ തന്നെ ഈസി മെമ്മറി കോഡുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ 50ഓളം ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ ഇഷ്ടമേഖലകളും അതുപോലെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പി എസ് സി ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിക്കുന്ന മേഖലയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ. പ്രത്യേകിച്ച് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട, പഠിക്കാം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് ഓഫ് ഇന്ത്യ. പഞ്ചവത്സര പദ്ധതികൾ ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദീകരിക്കുന്നതാണ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങളെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദീകരിക്കുന്നതാണ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പദ്ധതികൾക്ക് പൊതുവായും പ്രത്യേകമായുമുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. പദ്ധതികൾക്ക് പൊതുവായതും പ്രത്യേകമായതുമായുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ ഇവയെ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ ഇവയെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു. പഠിക്കുക. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ സുഹൃത്തുക്കളെ? സോവിയറ്റ് യൂണിയനിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയിൽ നിന്നും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭം കൊടുത്ത വ്യക്തി ജോസഫ് സ്റ്റാലിൻ ആണ്. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭം കൊടുത്ത വ്യക്തിത്വമാരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1928. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാല് 1928 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദീകരിക്കുന്നതാണ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പദ്ധതികൾക്ക് പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. അതിനാൽ ഇവയെ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭം കൊടുത്ത വ്യക്തി ജോസഫ് സ്റ്റാലിൻ ആണ്. സോവിയറ്റ് യൂണിയനിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1928. എത്രയുള്ള സുഹൃത്തുക്കളെ? 1928. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പഠിച്ചോളണേ. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഒന്നുകൂടി പറയാം. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ചരിത്രമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. പഞ്ചവത്സര പദ്ധതിയുടെ ചരിത്രം. പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രധാനമായും 4 പദ്ധതികൾക്കാണ് രൂപം നൽകിയിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിയൻ പ്ലാൻ. ഏതാണ് ആദ്യത്തത്? ഗാന്ധിയൻ പ്ലാൻ. ബോംബെ പ്ലാൻ. രണ്ടാമത്തെ എന്താണ്? ബോംബെ പ്ലാൻ. മൂന്നാമത്തത് ജനകീയ പദ്ധതി. മൂന്നാമത്തേതാണ്? ജനകീയ പദ്ധതി. നാലാമത്തത് സർവോദയ പ്ലാൻ. നാലാമത്തത് സർവോദയ പ്ലാൻ അല്ലെങ്കിൽ സർവോദയ പദ്ധതി. ഒന്നുകൂടി പറയാം. പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 പദ്ധതികൾക്കാണ് ആദ്യകാലങ്ങളിൽ രൂപം കൊടുത്തത്. ആ പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗാന്ധിയൻ പ്ലാൻ, ബോംബെ പ്ലാൻ,
ജനകീയ പദ്ധതി, അതുപോലെ സർവോദയ പദ്ധതി പഠിക്കുക. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിയൻ പ്ലാനെ പറ്റിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഗാന്ധിയൻ പ്ലാൻ അല്ലെങ്കിൽ ഗാന്ധിയൻ പദ്ധതി. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി SN അഗർവാൾ ആണ്. പഠിക്കണ ഈ വ്യക്തിത്വത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് SN അഗർവാൾ ആണ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത് സാമ്പത്തിക വികേന്ദ്രീകരണവും അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനവുമായിരുന്നു. കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഗാന്ധിയൻ പ്ലാൻ അല്ലെങ്കിൽ ഗാന്ധിയൻ പദ്ധതി എന്താണ് ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാമ്പത്തിക വികേന്ദ്രീകരണം, കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമ വികസനവുമായിരുന്നു. നാരായൺ അഗർവാൾ വാർധാ കോളേജിലെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. പഠിച്ചോളനെ, എങ്ങാനും ബൈ ചാൻസ് PSC ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നാരായൺ അഗർവാള് വാർധാ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതി തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയതാരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിയ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു JC കുമാരപ്പ. മറക്കല്ലേ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാൾ ആരെന്ന് ചോദിച്ചാൽ അത് JC കുമാരപ്പയായിരുന്നു. എക്കണോമിക് ഓഫ് പെർഫോമൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് JC കുമാരപ്പ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ്. എക്കണോമിക്സ് ഓഫ് പെർഫോമൻസ് എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവെന്ന് ചോദിച്ചാൽ അത് JC കുമാരപ്പയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, നമ്മൾ ഗാന്ധിയൻ പ്ലാനിനെ പറ്റിയാണ് പറഞ്ഞത്. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തിത്വം ആരാണ്? SN അഗർവാൾ ആണ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളിലൂടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമ വികസനവുമാണ്. കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനവും സാമ്പത്തിക വികേന്ദ്രീകരണവുമാണ് ഗാന്ധിയൻ പ്ലാനിന്റെ ലക്ഷ്യം. നാരായൺ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിത്വം വാർധാ കോളേജിലെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു JC കുമാരപ്പ. എക്കണോമിക്സ് ഓഫ് പെർഫോമൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് JC കുമാരപ്പയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ബോംബെ പ്ലാൻ. ഏതാണ് സുഹൃത്തുക്കളെ? ബോംബെ പ്ലാന്. 1944 ബോംബെയിലെ പ്രമുഖ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ബോംബെ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1944 ബോംബെയിലെ പ്രമുഖ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പദ്ധതി അല്ലെങ്കിൽ രൂപീകരിച്ച് തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ബോംബെ പ്ലാൻ. ബോംബെ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തിത്വങ്ങൾ എന്ന് പഠിച്ചു വെക്കുക. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തമദാസ് താക്കൂർ, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷറോഫ്, അർദേശി ദയാൽ, അതുപോലെ മലയാളിയായ ജോൺ മത്തായിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ബോംബെ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? JRD ടാറ്റ, GD ബിർള, പുരുഷോത്തമദാസ് താക്കൂർ, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷറോഫ്, അർദേശി ദലാൽ, ജോൺ മത്തായി എന്നിവരായിരുന്നു. ഇതിൽ ജോൺ മത്തായി മലയാളിയായിരുന്നു. പഠിക്കുക. ബോംബെ പ്ലാനിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മലയാളിയാണെന്ന് ചോദിച്ചാൽ ജോൺ മത്തായി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മലയാളി വ്യക്തിത്വമാരാണ്? ജോൺ മത്തായി ആണ്. എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ബോംബെ പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്. എ ബ്രീഫ് മെമ്മോറാണ്ടം ഓഫ് ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ പദ്ധതിയായിരുന്നു. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അർദേശിൽ ദലാൽ ആയിരുന്നു. പഠിച്ചോളനെ, ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരായിരുന്നു? അർദേശിൽ ദലാൽ ആയിരുന്നു. 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച
പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അതും അർദേശിൽ ദയാൽ ആയിരുന്നു. പഠിച്ചോളനെ, അർദേശിൽ ദലാൽ ഇമ്പോർട്ടന്റ് ആണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് അർദേശിൽ ദലാൽ ആയിരുന്നു. അതുപോലെ തന്നെ 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അതും അർദേശിർ ദലാൽ ആയിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ജനകീയ പദ്ധതി. നമുക്ക് നോക്കാം എന്താണ് ജനകീയ പദ്ധതി എന്ന. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് എം.എൻ. റോയ് ആയിരുന്നു. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയ് ആയിരുന്നു. കൃഷിക്കാണ് ഈ പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകിയത്. പഠിക്കുക. കൃഷിക്കാണ് ഈ പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകിയത്. റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ജനകീയ പദ്ധതി. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ചോദിച്ചാൽ അത് ജനകീയ പദ്ധതിയാണ്. എം.എൻ. റോയ് ജനകീയ പദ്ധതി കൊണ്ടുവന്ന വർഷം 1945. ഇമ്പോർട്ടന്റ്. എം.എൻ. റോയ് ജനകീയ പദ്ധതി കൊണ്ടുവന്ന വർഷം എത്രയാണ്? 1945. കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി E.K. നയനാരാണ്. ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചോളണേ. കേരളത്തിലെ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് E.K. നയനാരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ജനകീയ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? എം.എൻ. റോയ് ആണ്. കൃഷിയാണ് ഈ പദ്ധതിയുടെ പ്രഥമ പരിഗണന നൽകിയിരുന്നത്. റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ജനകീയ പദ്ധതി. റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ജനകീയ പദ്ധതി. എം.എൻ. റോയ് ജനകീയ പദ്ധതി കൊണ്ടുവന്ന വർഷം 1945. കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി E.K. നയനാരാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് സർവോദയ പദ്ധതി. എന്താണ് സർവോദയ പദ്ധതി? 1950 സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. 1950 കൊണ്ടുവന്ന സർവോദയ പദ്ധതിയുടെ അല്ലെങ്കിൽ സർവോദയ പ്ലാനിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണനാണ്. ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. അതായത് ഇവിടെ നിന്ന് ചോദിച്ചത് സർവോദയ പദ്ധതി രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1950. ആരാണ് രൂപീകരിച്ചതും അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആര് എന്നും ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ജയപ്രകാശ് നാരായണനാണ്. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. ഏതൊക്കെ പദ്ധതികളിൽ നിന്നാണ്? ഗാന്ധിയൻ പ്ലാനിൽ നിന്നും അതുപോലെ തന്നെ വിനോബ ഭാവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജയപ്രകാശ് നാരായൺ സർവോദയ പദ്ധതി രൂപീകരിച്ചത്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ PSC ചോദിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങളിൽ കിടക്കുന്ന ഭാഗമാണിത്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉയർന്ന വളർച്ചാ നിരക്ക് ഉണ്ടാക്കുക. ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന വളർച്ചാ നിരക്ക് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ആധുനികവൽക്കരണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആധുനികവൽക്കരണം. സ്വയാശ്രയ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയാശ്രയ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുക. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുക. ഈ നാലാമത്തെ പോയിന്റ് അങ്ങ് പഠിച്ചു വെച്ചോളണേ. കാരണം ഈ ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കത്തത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കുറെ പദ്ധതികളായിരിക്കും മനസ്സിൽ വരുന്നത്. അതിനകത്ത് ഈ സാമൂഹ്യ നീതിയും സമത്വവും ഒക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളുക. സാമൂഹ്യ നീതിയും സമത്വം ഉറപ്പാക്കലും പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഒന്നുകൂടി പറയാം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന വളർച്ചാ നിരക്കിലേക്ക് ഇന്ത്യയെ എത്തിക്കുക. ആധുനികവൽക്കരണം. സ്വയാശ്രയ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയാശ്രയ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കലും. ഇത്രയുമായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പഠിക്കുക. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. എന്താ സുഹൃത്തുക്കളെ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്നതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷം 1951 മുതൽ 1956 വരെ. ഇതൊട്ടങ്ങ് പഠിച്ചു തുടങ്ങണം. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 അവസാനിച്ചത് 1956 ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന
വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ്. ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാല് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖയുണ്ടല്ലോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖയിലാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വർഷം 1951 ഡിസംബർ 8. ഇങ്ങനെ തന്നെ പഠിച്ചോളെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചതാരം ചോദിച്ച ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വർഷം 1951 ഡിസംബർ മാസം 8-ാം തീയതി. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് പഞ്ചവത്സര പദ്ധതി കൃത്യമായിട്ട് ആരംഭിച്ചത്. കാർഷിക പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്. കാർഷിക പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മാതൃക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇത്രയും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും സുഹൃത്തുക്കളെ കളയാനില്ല. പഠിച്ചോളുക. ഒന്നുകൂടി പറയാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വർഷം 1951 ഡിസംബർ മാസം 8-ാം തീയതി. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കാർഷിക പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മാതൃക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ KN രാജാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളനെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ KN രാജാണ്. ആദ്യ 2 ദശാബ്ദങ്ങളിൽ ഇന്ത്യ പതുക്കെ വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞ യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ KN രാജാണ്. ഇതൊരു ഇഡിയമാണ് കേട്ടോ. പതുക്കെ വേഗത്തിൽ പോകണമെന്ന്, അതായത് വേഗത്തിൽ പോണം പക്ഷെ സൂക്ഷിച്ചു പോണം എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പോ ആദ്യത്തെ 2 ദശാബ്ദങ്ങളിൽ ഇന്ത്യ പതുക്കെ വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞ യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? ഡോക്ടർ KN രാജാണ്. പഠിക്കുക. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർഷിക പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞത് കേട്ടോ. അപ്പോ ഈ ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന അല്ലെങ്കിൽ ആദ്യത്തെ പരിഗണന നൽകിയത് ആർക്കാണ്? കൃഷിക്കാണ്. പഠിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചോളേ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി 3.6% വളർച്ചാ നിരക്ക് കൈവരിച്ചുകൊണ്ട് വിജയമായി തീർന്നു. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളണേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് 3.6% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞുകൊണ്ട് അതൊരു വിജയമായി തീരുകയും ചെയ്തു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ് അണക്കെട്ടുകൾ നിർമ്മിച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്രാനങ്കലും അതുപോലെ ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം നടന്നത്. 1955 കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ചായിരുന്നു. പഠിക്കുക. 1955 കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചായിരുന്നു. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന സമയത്തുള്ള പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. എന്നാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി 3.6% വളർച്ചാ നിരക്ക് കൈവരിച്ചുകൊണ്ട് ഇത് വലിയൊരു വിജയമായി തീർന്നു.
ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഭക്ര നങ്കൽ ഹിരാക്കുട്ട് അണക്കെട്ടുകൾ നിർമ്മിച്ചത്. 1955 കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചായിരുന്നു. പഠിക്കുക. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന സമയത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പഠിക്കുക. കുടുംബാസൂത്രണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. കുടുംബാസൂത്രണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു നടന്നിരുന്നത്. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പ്രധാനപ്പെട്ട 5 IITകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 5 IITകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ എക്സ്റ്റൻഷൻ പദ്ധതി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. നാഷണൽ എക്സ്റ്റൻഷൻ പദ്ധതി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. പഠിച്ചോളെ. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുക 2069 കോടി രൂപയായിരുന്നുവെങ്കിലും പിന്നീട് അത് 2378 കോടി രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. പഠിച്ചോളനെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് പറയുന്നത് 2069 കോടി രൂപയായിരുന്നുവെങ്കിലും പിന്നീട് ഇത് 2378 കോടി രൂപയാക്കി ഉയർത്തി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റു. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇതൊന്ന് പഠിച്ചു വെച്ചോളെ. ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുടുംബാസൂത്രണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട 5 IITകൾ ഇന്ത്യയിൽ നിലവിൽ വരുന്ന സമയത്തും ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ പദ്ധതി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുക 2069 കോടി രൂപയായിരുന്നുവെങ്കിലും പിന്നീട് ഇത് 2378 കോടി രൂപയാക്കി ഉയർത്തി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് പ്ലാൻ അഥവാ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടാണ് കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് പ്ലാൻ അല്ലെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1956 അവസാനിച്ചത് 1961 രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1956 അവസാനിച്ചത് 1961 രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത് വ്യവസായത്തിനായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് വ്യവസായത്തിനായിരുന്നു. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം 1956. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന നയം എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യാവസായിക നയം 1956 ആയിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 നിലവിൽ വന്ന വ്യാവസായിക നയമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 നിലവിൽ വന്ന വ്യാവസായിക നയമായിരുന്നു. സോഷ്യലിസത്തിൽ അടിസ്ഥിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്? സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്ന പഞ്ചവത്സര
പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി. കാരണം എന്താ സുഹൃത്തുക്കളെ, വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖല വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ കുറയുകയും ചെയ്യും. അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ്. അതുകൊണ്ട് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം 1956 ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 നിലവിൽ വന്ന വ്യാവസായിക നയമാണ്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച 4.5% എങ്കിലും 4.27% മാത്രമേ കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5% എങ്കിലും 4.27% മാത്രമേ കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകളായിരുന്നു ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകളായിരുന്നു ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. ഇതിൽ ഭിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലും ദുർഗാപൂർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലും അതുപോലെ റൂർക്കേല എന്ന് പറയുന്നത് ഒഡീഷയിലുമാണ് എന്നും പഠിച്ചു വെക്കുക. ദേശീയ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5% എങ്കിലും 4.27% മാത്രമേ കൈവരിക്കുവാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കഴിഞ്ഞുള്ളൂ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായശാലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലുള്ള ഭിലായി, പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്ന ദുർഗാപൂർ, ഒഡീഷയിലെ റൂർക്കേല എന്നിവയാണ് പ്രധാനപ്പെട്ട രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച വ്യവസായശാലകള്. ദേശീയ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. ഇന്ത്യൻ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി വസ്തുക്കൾക്ക് സർക്കാർ തീരുവ ചുമത്തിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് ഒന്നുമില്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്തു നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് സർക്കാർ എന്ത് ചെയ്തു? തീരുവ കൂട്ടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില എന്ത് ചെയ്യും? കൂടുകയും കൂടുതലായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആഭ്യന്തരമായിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് ചെയ്തത്. ഇന്ത്യൻ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി വസ്തുക്കൾക്ക് സർക്കാർ തീരുവ ചുമത്തുകയും ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വരികയും ചെയ്തത്. ബംഗാളിൽ ചിത്തരാഞ്ചനും തമിഴ്നാട്ടിൽ പേരാമ്പൂർ എന്നീവിടങ്ങളില് റെയിൽവേ കോച്ച് ഫാക്ടറികൾ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ. ബംഗാളിലെ ചിത്തരാഞ്ചനിലും തമിഴ്നാട്ടിലെ പേരമ്പൂർ എന്നിവിടങ്ങളില് റെയിൽവേ കോച്ച് ഫാക്ടറികൾ സ്ഥാപിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വടക്കു കിഴക്കൻ മേഖലകളിൽ കൂടുതൽ റെയിൽവേ പാതകൾ നിർമ്മിക്കുകയും ചെയ്തു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇമ്പോർട്ടന്റ് ആണ്. കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വടക്കു കിഴക്കൻ മേഖലകളിൽ കൂടുതൽ റെയിൽവേ പാതകൾ നിർമ്മിക്കുകയും ചെയ്തു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ ആൻഡ് റിസർച്ച് സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി വസ്തുക്കൾക്ക് സർക്കാർ തീരുവ ചുമത്തിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബംഗാളിലെ ചിത്തിരാഞ്ചനിലും തമിഴ്നാട്ടിലെ പേരമ്പൂർ എന്നിവിടങ്ങളിൽ റെയിൽവേ കോച്ച് ഫാക്ടറികൾ സ്ഥാപിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വടക്ക് കിഴക്കൻ മേഖലകളിൽ കൂടുതൽ റെയിൽവേ പാതകൾ നിർമ്മിക്കുകയും ചെയ്തു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ് ആൻഡ് റിസർച്ച് സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്, അല്ലെങ്കിൽ തേർഡ് 5 ഇയർ പ്ലാൻ, അല്ലെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എന്ന്. മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1961 അവസാനിക്കുന്നത് 1966 മൂന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1961 അവസാനിക്കുന്നത് 1966 അതിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തെന്ന് നമുക്ക് വഴിയേ പറയാം. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വയാശ്രയവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിച്ചോളനെ. ഇന്ത്യയില് ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വയാശ്രയവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമായത് 1962 ഇൻഡോ ചൈന വാറും അതുപോലെ 1965 മുതൽ 1966 വരെ നീണ്ടുനിന്ന ഇന്ത്യ പാക് യുദ്ധവുമായിരുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 1966 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധവുമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. അതിനോടൊപ്പം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. അതുകൂടി നോക്കി വെക്കുക. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായ രൂക്ഷമായ വരൾച്ച. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായ രൂക്ഷമായ വരൾച്ച, തുടർച്ചയായ യുദ്ധങ്ങളോടനുബന്ധിച്ച് രൂപയുടെ പെട്ടെന്നുണ്ടായ മൂല്യത്തകർച്ചയും എന്തിനു കാരണമായി? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വയാശ്രയവും, അതായത് ആരുടെയും സഹായമില്ലാതെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോവുക, ഇതും നേടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പകുതിയിൽ വെച്ച് തകർന്നു പോയി. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 മുതൽ 1966 വരെ നീണ്ട ഒരു വർഷം ഉണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിരുന്നു. ഇതാണ് പ്രധാന തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കുവാനുള്ളതാണ്, മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ അതിരൂക്ഷമായിട്ടൊരു വരൾച്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായ യുദ്ധങ്ങളോടനുബന്ധിച്ച് രൂപയുടെ പെട്ടെന്നുണ്ടായ മൂല്യത്തകർച്ചയുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണം. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ഊന്നൽ നൽകിയിരുന്നത് സ്വയം പര്യാപ്തമായ സാമ്പത്തിക വ്യവസ്ഥയിലായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സ്വയം പര്യാപ്തമായ സാമ്പത്തിക വ്യവസ്ഥയിലായിരുന്നു. അതായത് സ്വന്തമായിട്ട് നമുക്കൊരു നല്ല സാമ്പത്തിക വ്യവസ്ഥ വേണമെന്നായിരുന്നു. കൃഷിക്കും വ്യവസായത്തിനും തുല്യമായ പരിഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ്. കൃഷിക്കും വ്യവസായത്തിനും തുല്യമായ പരിഗണന നൽകിയിരുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആർക്കാ സുഹൃത്തുക്കളെ പരിഗണന നൽകിയിരുന്നത്? കൃഷിക്കായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആർക്കായിരുന്നു സുഹൃത്തുക്കളെ പരിഗണന നൽകിയിരുന്നത്? അത് വ്യവസായത്തിനായിരുന്നു. എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയപ്പോഴേക്കും കൃഷിക്കും വ്യവസായത്തിനും ഒരുപോലെ പരിഗണന, അല്ലെങ്കിൽ തുല്യമായ പരിഗണന നൽകിയിരുന്നു. പഠിക്കുക. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് 2.4% മാത്രമേ വളർച്ചാ നിരക്ക് നേടുവാൻ കഴിഞ്ഞുള്ളൂ. അതിനുള്ള കാരണം നമുക്ക് വഴിയേ പറയാം. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് 2.4% മാത്രമേ വളർച്ചാ നിരക്ക് നേടുവാൻ കഴിഞ്ഞുള്ളൂ. ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം.
ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിരുന്നത് സ്വയം പര്യാപ്തമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ്. കൃഷിക്കും വ്യവസായത്തിനും തുല്യമായ പരിഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് 2.4% മാത്രമേ വളർച്ചാ നിരക്ക് നേടുവാൻ കഴിഞ്ഞുള്ളൂ. ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കപ്പെട്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, കാർഷിക മേഖലയിലെ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരുന്നു. ഗോതമ്പിന്റെ ഉൽപാദനത്തിലും മെച്ചപ്പെടുത്തലിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഗോതമ്പിന്റെ ഉൽപാദനത്തിലും മെച്ചപ്പെടുത്തലിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? മൂന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളുടെ അധിക ചുമതല ഏൽപ്പിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളുടെ അധിക ചുമതല ഏൽപ്പിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഗോതമ്പിന്റെ ഉൽപാദനത്തിലും മെച്ചപ്പെടുത്തലിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. സംസ്ഥാനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളുടെ അധിക ചുമതല ഏർപ്പെടുത്തിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഉത്തരവാദിത്തം മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പ്ലാൻ ഹോളിഡേ. എന്താ സുഹൃത്തുക്കളെ പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1966 മുതൽ 1969 വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഈ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ നീണ്ടുനിന്ന് എത്രയാണ്? 3 വർഷമായിരുന്നു കേട്ടോ. പ്ലാൻ ഹോളിഡേ നീണ്ടുനിന്ന് എത്ര വർഷമായിരുന്നു സുഹൃത്തുക്കളെ? 3 വർഷമായിരുന്നു. നമുക്ക് നോക്കാം പ്ലാൻ ഹോളിഡേ പറ്റി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയോടുകൂടി ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയോടുകൂടി ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. 5 വർഷം നീണ്ടു നിന്നിരുന്ന പഞ്ചവത്സര പദ്ധതികളെ വാർഷിക പദ്ധതികളാക്കി മാറ്റുകയായിരുന്നു പ്ലാൻ ഹോളിഡേ കൊണ്ട് ഉദ്ദേശിച്ചത്. 5 വർഷം നീണ്ടു നിന്നിരുന്ന പഞ്ചവത്സര പദ്ധതികളെ വാർഷിക പദ്ധതികളാക്കി മാറ്റുകയായിരുന്നു പ്ലാൻ ഹോളിഡേ കൊണ്ട് ഉദ്ദേശിച്ചത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. തെറ്റിപ്പോവരുത്. അങ്ങോട്ട് പോകുമ്പോൾ പുതിയ പുതിയ പദ്ധതികൾ വരും, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞത് 3 വാർഷിക പദ്ധതികളിലൂടെയായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. ഒന്നുകൂടി പറയാം. എന്താണ് പ്ലാൻ ഹോളിഡേ എന്നാണ് നമ്മൾ നോക്കിയത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയോടുകൂടി ഇന്ത്യയിൽ ആരംഭിച്ചതാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. 1966 മുതൽ 1969 വരെയുള്ള നീണ്ട 3 വർഷമായിരുന്നു പ്ലാൻ ഹോളിഡേ ആയി ആചരിച്ചത്. 5 വർഷം നീണ്ടു നിന്നിരുന്ന പഞ്ചവത്സര പദ്ധതികളെ വാർഷിക പദ്ധതികളാക്കി മാറ്റുകയായിരുന്നു പ്ലാൻ ഹോളിഡേ കൊണ്ട് ഉദ്ദേശിച്ചത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് 4th 5-year പ്ലാൻ അല്ലെങ്കിൽ 4ാം പഞ്ചവത്സര പദ്ധതി. അടുത്തലേക്ക് നമ്മൾ പോകാൻ പോകുന്ന ഏതാ സുഹൃത്തുക്കളെ? 4ാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 4th 5-year പ്ലാനിലേക്കാണ്. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. 4ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 മുതൽ അവസാനിച്ചത് 1974 4ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 അവസാനിച്ചത് 1974
നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ദുർബലമായ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ സ്വയാശ്രയം നേടുക എന്നതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പഠിച്ചോളണേ. സാമ്പത്തിക സാങ്കേതിക മേഖലകളിലെ സ്വയാശ്രയം, അതായത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969-ലാണ്. 1974 വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ സ്വയാശ്രയം നേടുക എന്നതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% ആയിരുന്നുവെങ്കിലും 3.3% മാത്രമേ കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% ആയിരുന്നുവെങ്കിലും 3.3% മാത്രമേ കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതി ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഇപ്പോഴങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതി ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആരംഭിച്ച ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എപ്പോഴാണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% ആയിരുന്നു. എങ്കിലും 3.3% മാത്രമേ കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതി ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭിച്ച ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയ്ക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ രൂപീകരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ രൂപീകരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം സ്വതന്ത്രമായത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം സ്വതന്ത്രമായത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞതിന് കാരണം 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു. പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞതിന് കാരണം ചോദിച്ചാൽ 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 5th 5-year പ്ലാൻ അഥവാ 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5th 5-year പ്ലാൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1974 മുതൽ 1979 വരെയായിരുന്നു 5th 5-year പ്ലാൻ നടന്നത്, അല്ലെങ്കിൽ 5ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന്. 5ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1974 ആരംഭിച്ച് 1979 അവസാനിച്ചു. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അതിനോടൊപ്പം തന്നെ കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയിലും സ്വയാശ്രയം നേടുക എന്നതും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നുവെങ്കിൽ കൂടിയും അതിനോടൊപ്പം തന്നെ കാർഷിക വൃദ്ധിയിലും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലും സ്വയാശ്രയം നേടുക എന്നതും
അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. പഠിക്കുക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. ഇന്ദിരാഗാന്ധി പ്രശസ്തമായ ഖരീബി ഘടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ്. ഇന്ദിരാഗാന്ധി പ്രശസ്തമായ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ്. പഠിക്കുക, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അതിനോടൊപ്പം തന്നെ കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വയാശ്രയം നേടുക എന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രശസ്തമായ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ: 4.4% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് 5.1% വളർച്ചാ നിരക്ക് ലഭിച്ചു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറയാം. 4.4% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചിരുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് പക്ഷെ 5.5% അധിക വളർച്ചാ നിരക്ക് ലഭിച്ചു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. 1975 ഇന്ദിരാഗാന്ധി 20 പരിപാടി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. 1975 ഇന്ദിരാഗാന്ധി 20 പരിപാടി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. സമഗ്ര ശിശു വികസന സേവന പദ്ധതി അഥവാ ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 2 ഇതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സമഗ്ര ശിശു വികസന സേവന പദ്ധതിയായിട്ടുള്ള ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 ഇതിൽ നിലവിൽ വരുന്ന സമയത്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. വർദ്ധിച്ചു വരുന്ന ഗതാഗത നിരക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം കൊണ്ടുവരികയും നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വർദ്ധിച്ചു വരുന്ന ഗതാഗത നിരക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വരികയും അതുപോലെ തന്നെ നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് റോളിംഗ് പ്ലാൻ. നമുക്ക് നോക്കാം എന്താണ് റോളിംഗ് പ്ലാൻ എന്ന്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് റോളിംഗ് പ്ലാൻ ആണ്. റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം 1978 മുതൽ 1980 വരെയുള്ള 2 വർഷം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കളെ. അപ്പോ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് റോളിംഗ് പ്ലാന്. റോളിംഗ് പ്ലാന്റെ കാലഘട്ടം ചോദിച്ചാൽ 1978 മുതൽ 1980 വരെയുള്ള നീണ്ട 2 വർഷമായിരുന്നു. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അദ്ദേഹം ജനതാ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു കേട്ടോ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ മൊറാർജി ദേശായി ആയിരുന്നു. അദ്ദേഹം ജനതാ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. പഠിക്കുക. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണർ മിർദയാൽ ആയിരുന്നു. ഈ പേരങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ചോദിച്ചാൽ അത് ഗുണ്ണർ മിർദയാൽ ആയിരുന്നു.
പഠിക്കുക. റോളിംഗ് പ്ലാനിനെ പറ്റി പ്രതിപാദിക്കുന്ന ഗുണ്ണർ മിർദയാലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. റോളിംഗ് പ്ലാനിനെ പറ്റി പ്രതിപാദിക്കുന്ന ഗുണ്ണർ മിർദയാലിന്റെ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് ഏഷ്യൻ ഡ്രാമയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് റോളിംഗ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം 1978 മുതൽ 1980 വരെയുള്ള നീണ്ട 2 വർഷമായിരുന്നു. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, അദ്ദേഹം ജനതാ ഗവൺമെന്റിന്റെ അംഗമായിരുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണർ മിർദയാലായിരുന്നു. പഠിക്കുക. റോളിംഗ് പ്ലാനിനെ പറ്റി പ്രതിപാദിക്കുന്ന ഗുണ്ണർ മിർദയാലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. എന്തായിരുന്നു? ഏഷ്യൻ ഡ്രാമ. 6ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980-ലും അവസാനിച്ചത് 1985-ലുമാണ്. 6ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980-ലും അവസാനിച്ചത് 1985-ലുമായിരുന്നു. നമുക്ക് നോക്കാം 6ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു സാങ്കേതിക വിദ്യാ നവീകരണം, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ചാ നിരക്ക് നിയന്ത്രിക്കുക. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു സാങ്കേതിക വിദ്യ നവീകരണം, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ചാ നിരക്ക് നിയന്ത്രിക്കുക. ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് സാങ്കേതിക വിദ്യ നവീകരണം, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യ വളർച്ചാ നിരക്ക് നിയന്ത്രിക്കുക എന്നിവയായിരുന്നു. പഠിക്കുക. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനമായി കണക്കാക്കുന്ന പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പഠിച്ചോളനെ, നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനമായി കണക്കാക്കുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 6ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. വില നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വിമോചനത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതി. വില നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വിമോചനത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ നവീകരണം, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ചാ നിരക്ക് നിയന്ത്രിക്കുക എന്നതും 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകളായിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിരുന്നു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനമായി കണക്കാക്കുന്ന പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതി. വില നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വിമോചനത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. ഇനി നമ്മൾ നോക്കാനുള്ളത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രൂപപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 5.2% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച 6ാം പഞ്ചവത്സര പദ്ധതിക്ക് 5.4% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. പഠിച്ചോളനെ, 5.2% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച 6ാം പഞ്ചവത്സര പദ്ധതിക്ക് 5.4% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP അഥവാ റൂറൽ ലാൻഡ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP അഥവാ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, DWCRA അഥവാ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. പ്രധാനപ്പെട്ട 4 പദ്ധതികൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP അഥവാ റൂറൽ ലാൻഡ്ലെസ് ഡെവലപ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP അഥവാ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, DWCRA അഥവാ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്നിവ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നുകൂടി എടുത്തു പറയുന്നു, കൃത്യമായിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ട 4 പദ്ധതികൾ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അവ ഏതൊക്കെയായിരുന്നു? ശ്രദ്ധിച്ചോളണം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP അഥവാ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP അഥവാ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, DWCRA അഥവാ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്നിവ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബാസൂത്രണം നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളണേ,
കുടുംബാസൂത്രണം നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡിന്റെ രൂപീകരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡിന്റെ രൂപീകരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡിന്റെ രൂപീകരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. അപ്പൊ പ്രധാനപ്പെട്ട 2 പോയിന്റ് കൂടെ ആഡ് ചെയ്ത് പഠിച്ചോളനെ. കുടുംബാസൂത്രണം നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡിന്റെ രൂപീകരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് 7ാം പഞ്ചവത്സര പദ്ധതി. എത്രയാമത്തെ പഞ്ചവത്സര പദ്ധതിയാ സുഹൃത്തുക്കളെ? 7ാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്ന്. 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985-ലും 1990-ൽ അവസാനിക്കുകയും ചെയ്തു. 7ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985-ലും അവസാനിച്ചത് 1990-ലുമാണ്. വർഷം മസ്റ്റായിട്ട് പഠിച്ചോളനെ. 7ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985-ലും അവസാനിച്ചത് 1990-ലുമായിരുന്നു. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധി ആയിരുന്നു. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ വ്യവസായത്തിന്റെ വളർച്ച. പഠിച്ചോളനെ. 3 പ്രധാനപ്പെട്ട പോയിന്റ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വിവര സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വ്യവസായത്തിന്റെ വളർച്ച. അതായത് IT-യിൽ ഊന്നിയ വ്യവസായത്തിന്റെ വളർച്ച എന്ന് ചുരുക്കം കേട്ടോ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ വിജയം 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശക്തമായ അടിത്തറ പാകി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 5.2% നമ്മൾ വളർച്ച വിചാരിച്ചതെങ്കിലും നമുക്ക് 5.4% എന്നുള്ള വളർച്ച നമുക്ക് ലഭിച്ചു. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി വിജയമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ വിജയം 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശക്തമായൊരു അടിത്തറ പാകി. 5% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിരുന്ന 7ാം പഞ്ചവത്സര പദ്ധതിക്ക് 6.01% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. 5% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിരുന്ന നമ്മുടെ 7ാം പഞ്ചവത്സര പദ്ധതിക്ക് 6.01% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. NREP-യും RLEGP-യും ലയിപ്പിച്ചുകൊണ്ട്, അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെയും അതുപോലെ തന്നെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെയും ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന അഥവാ JRY എന്നൊരു പുതിയ പദ്ധതിക്ക് 1989 ഏപ്രിൽ 1 നടപ്പിലാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിലവിൽ വരികയും ചെയ്തു. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. NREP അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെയും RLEGP അഥവാ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെയും ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന അഥവാ JRY എന്നൊരു പുതിയ പദ്ധതി രൂപീകരിച്ചു. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഈ JRY അല്ലെങ്കിൽ ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്ന തീയതി എത്രയെന്ന് ചോദിച്ചാൽ 1989 ഏപ്രിൽ മാസം 1-ാം തീയതി. 1989 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് JRY അഥവാ ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതി രൂപീകരിച്ചത്. ഇന്ത്യൻ വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ. ഇന്ത്യൻ വാർത്താവിനിമയം ഗതാഗത മേഖലകളിലെ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ വാർത്താവിനിമയ രംഗത്തിന്റെ പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വാർത്താവിനിമയ രംഗത്തെ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാം പിത്രോഡയാണ്. വ്യക്തിത്വത്തിന്റെ പേരെന്താണ്?
സാം പിത്രോഡയാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഏഴാം പഞ്ചവത്സര പദ്ധതി 1990 അവസാനിച്ചു. അതിനുശേഷം നമ്മൾ ആരംഭിച്ചതാണ് വാർഷിക പദ്ധതികൾ. അത് 1990 മുതൽ 1992 വരെ നീണ്ടുനിന്നു. അന്ന് സത്യത്തിൽ വരാനുള്ളത് ആരായിരുന്നു? നമ്മുടെ എട്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പക്ഷെ എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അതൊക്കെ നമ്മൾ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. എന്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി? ഇത് 1992 ആരംഭിച്ച് 1997 അവസാനിക്കുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1992 അവസാനിച്ചത് 1997 എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 മൻമോഹൻ മോഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി. PSCയുടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. മൻമോഹൻ മോഡൽ എന്ന പേരിൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യ വികസനമായിരുന്നു. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ വികസനമായിരുന്നു. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടന അഥവാ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ സംഘടനയുടെ അംഗമായി മാറിയ വർഷം ചോദിച്ചാൽ അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഠിക്കുക. ഒന്നുകൂടി പറയാം. എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 മൻമോഹൻ മോഡൽ എന്ന പേരിൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ചോദിച്ചാൽ മനുഷ്യ വികസനമായിരുന്നു. ഇന്ത്യ ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് 6.8% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. പഠിച്ചോളണേ. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് 6.8% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ മുൻനിർത്തിയുള്ള പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് പ്രശസ്തമായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധേയമായിരുന്നു നമ്മുടെ എട്ടാം പഞ്ചവത്സര പദ്ധതി. പഠിച്ചോളണേ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ മുൻനിർത്തിയുള്ള പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് ശ്രദ്ധേയമായ പഞ്ചവത്സര പദ്ധതിയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി. വിദ്യാഭ്യാസങ്ങളുടെ ആധുനികവൽക്കരണവും കൂടുതൽ തൊഴിലവസരങ്ങളും പ്രാഥമിക വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ വളർച്ചയുണ്ടായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇമ്പോർട്ടന്റ് ആണ്. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം നടന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ അതിലൂടെ ഉണ്ടായി. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് വളർച്ചയുണ്ടായതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജനസംഖ്യ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചാരം നൽകിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. പഠിക്കുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ്, നഗരപാലിക അഥവാ മുനിസിപ്പാലിറ്റി എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളണേ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ്, നഗരപാലിക അഥവാ നഗരപാലിക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കേട്ടോ, എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 5.6% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് 6.8% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ മുൻനിർത്തിയുള്ള
പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് ശ്രദ്ധേയമായ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായി, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയുണ്ടായതെല്ലാം 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ്, നഗരപാലിക അഥവാ മുനിസിപ്പാലിറ്റി എന്നിവ നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാ സുഹൃത്തുക്കളെ? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997-ലും അവസാനിച്ചത് 2002-ലുമാണ്. 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997-ലും അവസാനിച്ചത് 2002-ലുമാണ്. എന്തൊക്കെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ PSCയുടെ ഉത്തരപ്രകാരം അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ സുഹൃത്തുക്കളെ, പലർക്കും തെറ്റുന്നുണ്ട്. കൃത്യമായിട്ട് PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും, ക്യാൻസൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് രേഖകളിൽ ഉള്ളത്. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ 9ഉം 10ഉം പഠിക്കണം കേട്ടോ. ഇപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷനകത്ത് 9ാം പഞ്ചവത്സര പദ്ധതി മാത്രമേ ഉള്ളൂ എങ്കിൽ കൃത്യമായിട്ട് അതിന് ഉത്തരം നൽകാം. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ കൃത്യമായിട്ട് 10ാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. അത് തെറ്റാണെന്ന് കരുതി ചെയ്യാതെ വരരുത്. കാരണം ചിലപ്പോ PSC അതിന് മാർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം ഓർക്കണേ. ഒന്നുകൂടി പറയാം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി സത്യത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം എത്രയാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി യുക്തികരമായി സുഹൃത്തുക്കൾ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. 9ാം പഞ്ചവത്സര പദ്ധതിയും 10ാം പഞ്ചവത്സര പദ്ധതിയും ഒരുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തവണയും ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയാണ് കണ്ടിരിക്കുന്നത്. എന്നാലും സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു. പഠിച്ചോളണേ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. പഠിക്കുക, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം, 9ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സുഹൃത്തുക്കളെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം അത് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നു. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണ്. ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ: 6.5% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച 9ാം പഞ്ചവത്സര പദ്ധതിക്ക് 5.4% മാത്രമേ വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. 6.5% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച 9ാം പഞ്ചവത്സര പദ്ധതിക്ക് 5.4% മാത്രമേ വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. പഠിക്കുക. ആഗോള സാമ്പത്തിക തകർച്ച പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്കിനെ സാരമായി ബാധിച്ചു. എന്തുകൊണ്ടാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഗോള സാമ്പത്തിക തകർച്ച ഉണ്ടായി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇതാണ് എന്തിന് കാരണമായത്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയെന്ന് പറയാൻ കഴിയില്ല, വളർച്ചാ ശതമാനം കുറയ്ക്കാനായിട്ട്
കാരണമായത്. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ സ്വജൽ ധാര എന്നീ പ്രധാനപ്പെട്ട 5 പദ്ധതികൾ നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളണേ. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന പദ്ധതി, അതുപോലെ അന്നപൂർണ സ്വജൽ ധാര പദ്ധതി. ഇതെല്ലാം നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ. ഒന്നുകൂടി എടുത്തു പറയാം. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ സ്വജൽ ധാര. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 5 പദ്ധതികൾ നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതിൽ അന്ത്യോദയ അന്ന യോജന പഠിച്ചു വെച്ചോളണം. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പഠിക്കുക. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമായും 7 മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമായിട്ടും എത്ര മേഖലകളുള്ള സുഹൃത്തുക്കളെ? 7 മേഖലകളില് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ആ 7 മേഖലകളും നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രാഥമിക ആരോഗ്യ മേഖല ഒന്നാമത്തേതിലാണ്. പ്രാഥമിക ആരോഗ്യ മേഖല. പ്രൈമറി വിദ്യാഭ്യാസ മേഖല, പ്രൈമറി വിദ്യാഭ്യാസ മേഖല. ഭവന നിർമ്മാണ മേഖല, ഭവന നിർമ്മാണ മേഖല. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കൽ, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കൽ. കുട്ടികൾക്ക് പോഷക ആഹാരം ലഭ്യമാക്കൽ, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ. പൊതുവിതരണ സംവിധാന മേഖല, പൊതുവിതരണ സംവിധാന മേഖല. ഗ്രാമങ്ങളെ മുഖ്യധാരയിലെത്തിക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയിലെത്തിക്കൽ. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. വീണ്ടും പറയുന്നു, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ 7 മേഖലകളില് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കി. അവ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? പ്രാഥമിക ആരോഗ്യ മേഖല, പ്രൈമറി വിദ്യാഭ്യാസ മേഖല, ഭവന നിർമ്മാണ മേഖല, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കൽ, കുട്ടികൾക്ക് പോഷക ആഹാരം ലഭ്യമാക്കൽ, പൊതുവിതരണ സംവിധാന മേഖല, ഗ്രാമങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കൽ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 7 മേഖലകളിലാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച എന്നാ സുഹൃത്തുക്കളെ? 2002 ആരംഭിച്ച് 2007 അവസാനിച്ചതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണമായിരുന്നു മുഖ്യ വിഷയമായി തിരഞ്ഞെടുത്തിരുന്നത്. ഇതിനു കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ഡേറ്റ അനുസരിച്ചായിരുന്നു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ PSC 10ാം പഞ്ചവത്സര പദ്ധതിയെ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്നുള്ള രീതിയിൽ മാർക്ക് കൊടുക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിയിലെ സ്ത്രീ ശാക്തീകരണമായിരുന്നു മുഖ്യ വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. ഇതിന് കാരണം ചോദിച്ചാൽ 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനുസരിച്ചായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. വർഷം തോറും 8% GDP നിരക്ക് കൈവരിക്കുക എന്നതും 10ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. 10ാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണമായിരുന്നു മുഖ്യ വിഷയമായിട്ട് അവർ തിരഞ്ഞെടുത്തിരുന്നത്. അതിന് കാരണം ചോദിച്ചാല് 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനുസരിച്ചായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്.
10ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചാല് ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, വർഷം തോറും 8% GDP നിരക്ക് കൈവരിക്കുക എന്നതായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ നേട്ടങ്ങളാണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ നേട്ടങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ നേട്ടങ്ങൾ. 8.1% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി. എന്നാൽ 7.7% മാത്രമേ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളണേ സുഹൃത്തുക്കളെ. 8.1% വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട 10ാം പഞ്ചവത്സര പദ്ധതിക്ക് 7.7% മാത്രമേ വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സർവശിക്ഷ അഭിയാൻ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സർവശിക്ഷ അഭിയാൻ പദ്ധതി നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്നിവ ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 3 പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ പറഞ്ഞത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ പദ്ധതി, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്നിവ ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ പദ്ധതി, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്നിവ ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2007 കൂടി വിദ്യാഭ്യാസ മേഖലയിലെ വേതന നിരക്കിലുള്ള ലിംഗ വ്യത്യാസം കുറയ്ക്കുന്നതിന് 10ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. വേറൊന്നുമില്ല, വിദ്യാഭ്യാസ മേഖലയില് നമ്മുടെ അധ്യാപകരില് പുരുഷ അധ്യാപകർക്കും സ്ത്രീ അധ്യാപകർക്കും 2007 മുമ്പ് വരെ അവർക്ക് നൽകുന്ന വേതനത്തിൽ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സാലറിയിൽ വ്യത്യാസമുണ്ടായിരുന്നു. പുരുഷന്മാർക്ക് കൂടുതലും സ്ത്രീകൾക്ക് കുറച്ച് സാലറിയുമായിരുന്നു അക്കാലത്ത് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് 2007 വിദ്യാഭ്യാസ മേഖലയില് വേതന നിരക്കുകളിലുള്ള ലിംഗ വ്യത്യാസം കുറയ്ക്കുന്നതിന് 10ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2012 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് എന്നാ സുഹൃത്തുക്കളെ 2012 നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതെന്ന്. 11ാം പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനമായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളെയും, ഇന്ത്യയിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനമായിരുന്നു. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് 11ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. സി രംഗരാജനാണ് 11ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. ഇമ്പോർട്ടന്റ് പോയിന്റ്, 11ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? സി രംഗരാജനാണ്. ഒന്നുകൂടി ആ പേര് പറയാം, സി രംഗരാജനാണ് 11ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ നമ്മുടെ ഇന്ത്യയിലുള്ള ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. സി രംഗരാജനാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 8% വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു
11ാം പഞ്ചവത്സര പദ്ധതി 8%, വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 11ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ, നല്ലൊരു ചോദ്യമാണിത്. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാജീവ് ആവാസ് യോജന, സ്വാഭിമാൻ പദ്ധതി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 പദ്ധതികൾ രൂപീകരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാജീവ് ആവാസ് യോജന, സ്വാഭിമാൻ പദ്ധതി എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട പദ്ധതികൾ ആരംഭിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയാണ് 2012 ആരംഭിച്ച 12ാം പഞ്ചവത്സര പദ്ധതി 2017 അവസാനിച്ചു. 2012 ആരംഭിച്ച 12ാം പഞ്ചവത്സര പദ്ധതി 2017 അവസാനിച്ചത്. നമുക്ക് നോക്കാം 12ാം പഞ്ചവത്സര പദ്ധതി വെച്ച് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വികസനവും. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? സുസ്ഥിര വികസനവും അതുപോലെ തന്നെ ത്വരിതഗതിയിലുള്ള വികസനവും അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനവും പഠിക്കുക. ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കുക എന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. പഠിച്ചോളനെ, ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കുക എന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടിരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുത വിതരണം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. സ്കൂളിലെ പ്രവേശനത്തിന് ലിംഗഭേദവും സാമൂഹികമായ വിടവും ഇല്ലാതാക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും എന്ത് ലക്ഷ്യം വെച്ചിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിരുന്നു. സ്കൂൾ പ്രവേശനത്തിലെ ലിംഗഭേദവും സാമൂഹികമായുള്ള വിടവുകളും ഇല്ലാതാക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും ആര് ലക്ഷ്യം വെച്ചിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷ്യമിട്ടിരുന്ന വളർച്ചാ നിരക്ക് 8.2%. ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യമിട്ടിരുന്ന വളർച്ചാ നിരക്ക് 8.2%. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് 8%. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് 8%. കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 4%. അതായത് 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് എത്രയാ സുഹൃത്തുക്കളെ? 4%. ഇത്രയുമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഒരുപാട് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീപ്പ് പോയിന്റ്സുകളാണ് മിക്കുള്ളതും. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതിനി LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്രദമാകും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. 5 ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് 1-2 തവണ കണ്ട് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.